അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ്, നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എന്താണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ എൻ്റെ വീടിൻ്റെ താഴ്ഭാഗത്താണ്. അപ്പോൾ വയലും വാഴത്തോട്ടമൊക്കെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സംഭവം സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. രാവിലത്തെ ഒരു വൈബാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ നല്ല പച്ചപ്പും അടിപൊളിയായിട്ടുണ്ട്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഇതായി വയലിൻ്റെ സൈഡിലൊക്കെ കുറേ പൂക്കളുണ്ടല്ലോ, ചെറിയ മഞ്ഞ പൂക്കൾ നിന്ന്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ് സംഭവം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഗേസ് ഇതാ നമുക്കിനി കിച്ചണിലോട്ട് കയറാം. അപ്പോൾ രാവിലെ ഇതാ മക്കളെ വിടാനായിട്ട് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാനായിട്ട് പാൽക്കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിപ്പൊടിയിലാണ്. അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട്, അപ്പം തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ശർക്കരയും അതുപോലെ ഉരുക്കി വീഴ്ത്തണം. അപ്പം നമ്മുടെ മാവ് കിണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽക്കൊഴുക്കട്ട എല്ലാവർക്കും അറിയാൻ നിൽക്കുന്നത്, ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകാനായിട്ട് സമയമായി. അപ്പോൾ സ്കൂളിൽ രാവിലെ ട്യൂഷന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് റെഡി ആയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തതാണ്. പിന്നെ ഇതാ രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ. രാവിലത്തെ വൈബ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8 മണി സമയം മക്കളൊക്കെ പോയതിന് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പം രാവിലത്തെ ആ ഒരു വൈബാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം ഉച്ചയ്ക്ക് ഫുഡ് എന്നപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് കൊഞ്ചിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെന്താണ് ഒരുപാട് ഡ്രൈ ആക്കാതെ പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഇടുന്നു. ചെമ്മീനിട്ട് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ വീട്ടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പം ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് റൈസ് സെപ്പറേറ്റ് ഞാൻ വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ സെപ്പറേറ്റ് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇതിലേക്ക് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോഴും നമ്മളത് ആ ചെമ്മീൻ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താണ് നല്ലൊരു മണം വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളത് ആ റൈസ് വേവിച്ച് വെച്ചേക്കുന്നതിന് നമുക്കിനി ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് നമ്മളത് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസൊക്കെ തട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈവനിങ് ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചായയോടുകൂടി കൊടുക്കണമല്ലോ. അപ്പോൾ എന്നും എണ്ണയിൽ വറുത്തതും ഒക്കെയാണ് ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ആവിയിൽ പുഴുങ്ങിയ ഒരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ആവിയിൽ പുഴുങ്ങിയ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിത് അവിലും ശർക്കരയും തേങ്ങയൊക്കെയാണ് എടുത്തേക്കുന്നത് ഇതിൽ. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. അവൽ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ അവൽ ബോണ്ട എന്നുള്ളത്. സംഭവം വേറെ ഒന്നുമല്ല, ചിലർ അത് കുഴക്കട്ടെ എന്തൊക്കെയോ പറയും. ഞാൻ ഇതിൽ അവിലും കൂടി ചേർക്കുന്നുണ്ടാണ് അവൽ ബോണ്ട എന്ന് പറഞ്ഞത്. സംഭവം അവിലും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഞവടി മയം വരുത്തിയതിന് ശേഷം നമ്മൾ അരിപ്പൊടി, അതായത് അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് കിണ്ടുമല്ലോ, ഇടിയപ്പത്തിന് മാവ് കിണ്ടുന്ന കണക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കിണ്ടിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഓരോ ബോളുകളാക്കി ഉരുട്ടി നമ്മൾ ഇതിനകത്ത് ഫില്ലിങ് വെക്കും. അപ്പോൾ അതാണ് അവൽ ബോണ്ട എന്ന് പറഞ്ഞാൽ. അത് ആവിയിൽ പുഴുങ്ങിയെടുക്കും. അപ്പോൾ നമുക്കത് ബാക്കിയെല്ലാം വിശേഷങ്ങളും വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ എന്താണ് ഗ്യാസിൽ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് ആവി വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണം. നമ്മളിതാ അവൽ ബോൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കട്ടൻ ചായ ഇട്ടിട്ട് കഴിക്കുകയാണ്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. നോക്കാം എന്തായാലും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അകത്ത് അവിലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടിയൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. ആ ഏലക്കയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം